പോകുന്നത്. ER രാഗേഷാണ് നമുക്കൊപ്പം ദേശീയ വാർത്തകളുമായി ചേരുന്നത്. ദേശീയ വാർത്തകളിലേക്ക് നോക്കുമ്പോൾ അശ്വതി, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ജമ്മു കശ്മീർ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണൽ നാളെ ആണ് എന്നുള്ളതാണ്. കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങൾക്ക് പിന്നാലെ ദേശീയ നേതൃത്വവുമായുള്ള ചർച്ചയ്ക്കായി ഭൂപേന്ദർ സിംഗ് ഹൂഡ ഡൽഹിയിലെത്തി. മറ്റൊന്ന്, ചെന്നൈയിൽ വ്യോമസേനയുടെ അഭ്യാസ പ്രകടനം കാണാനെത്തിയ 5 പേർ മരിച്ചു. കനത്ത ചൂടും നിർജ്ജലീകരണവുമാണ് കാരണം എന്നുള്ളതാണ്. അതൊരു വലിയ വിഷയം തന്നെയാണ് അശ്വതി. 13 ലക്ഷത്തോളം ആളുകളാണ് അവിടേക്ക് തടിച്ചുകൂടിയത്. പക്ഷേ അവിടെ ഈ സാധാരണക്കാരായ ഉള്ള ആളുകൾക്ക് ഒരു കുടിവെള്ളം സംവിധാനം പോലും അവിടെ ഒരുക്കിയില്ല. അവിടുത്തെ തിരക്ക് നിയന്ത്രിക്കാൻ ഒരു സംവിധാനവും ഒരുക്കിയില്ല. അതേസമയം അവിടെ കാണാനെത്തിയ VIP-കൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നൽകി. വലിയ ആരോപണമാണ്, വിമർശനം നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ER രാഗേഷ് നമുക്കൊപ്പം ചേരുകയാണ് വിശദാംശങ്ങളുമായി. ER, നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ജമ്മു കശ്മീരിന്റെയും ഹരിയാനയുടെയും വിധി അത് നാളെ അറിയാമെന്നുള്ളത്. വലിയ ആത്മവിശ്വാസത്തിൽ കോൺഗ്രസ് ഉണ്ട്. ജമ്മു കശ്മീരിൽ ഇന്ത്യ സഖ്യമുണ്ട്. മറ്റൊന്ന്, ചെന്നൈയിലെ ഈ വ്യോമസേനയുടെ അഭ്യാസ പ്രകടന സമയത്തുണ്ടായ ദാരുണമായ സംഭവം. വിശദാംശങ്ങൾ. അശ്വതി, ആര്യ, ഗുഡ് മോർണിംഗ്. ഏതായാലും നാളെ നിർണായകമായ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരാനിരിക്കുകയാണ് ജമ്മു കശ്മീരിലും ഹരിയാനയിലും. ജമ്മു എടുക്കുകയാണെങ്കിൽ ജമ്മു കശ്മീരിൽ 10 വർഷത്തിന് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. പ്രത്യേകിച്ച് ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമ്മു കശ്മീർ ജനത എങ്ങനെ വിധി എഴുതും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം സംസ്ഥാനത്തിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതടക്കമുള്ള വിഷയങ്ങൾ പ്രചാരണ രംഗത്ത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അതിപ്പോൾ BJP ആയാലും ഇന്ത്യ സഖ്യത്തിലെ അല്ലെങ്കിൽ മറ്റു പാർട്ടികളായാൽ തന്നെ ഇതടക്കമുള്ള വിഷയങ്ങളിൽ ഊന്നിയായിരുന്നു പ്രചാരണം. ഏതായാലും എക്സിറ്റ് പോളുകളെല്ലാം തന്നെ ഒരു തൂക്ക് സഭയ്ക്കുള്ള സാധ്യതയാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ചെറു പാർട്ടികളടക്കം അല്ലെങ്കിൽ ലഭിക്കുന്ന സീറ്റുകൾ നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസിനും ഒപ്പം തന്നെ നാഷണൽ കോൺഫറൻസും CPM ഉൾപ്പെട്ട സഖ്യം, ആ സഖ്യമാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുക എന്ന് ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോളുകളും വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം 90 അംഗ നിയമസഭയിൽ 46 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. ഈ സഖ്യത്തിന് അത്ര സീറ്റുകൾ കിട്ടുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പ്രത്യേകിച്ച് ചില എക്സിറ്റ് പോളുകളെങ്കിലും 40-നടുത്ത് അല്ലെങ്കിൽ 40-ന് മുകളിൽ സീറ്റുകൾ അവർക്ക് പ്രവചിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സ്വതന്ത്ര ഉൾപ്പെടെ കൂട്ടിക്കൊണ്ട് സർക്കാർ രൂപീകരിക്കാൻ സാധിച്ചേക്കും. ഒരുപക്ഷെ 35-നും 40-നും ഇടയിലേക്ക് അംഗബലം താഴുകയാണെങ്കിൽ അത് സങ്കീർണമായി പോകും. BJPയുടെ കാര്യത്തിലും സമാനമായ സാഹചര്യം തന്നെയാണ്. BJPയുടെ കാര്യത്തിൽ ജമ്മുവിലും കശ്മീരും നോക്കുകയാണെങ്കിൽ ജമ്മു ആണ് BJPയുടെ ശക്തി കേന്ദ്രം. കശ്മീരിൽ BJPക്ക് കാര്യമായ സ്വാധീനമില്ല. അതുകൊണ്ട് തന്നെ പരമാവധി സീറ്റുകൾ ജമ്മുവിൽ നിന്ന് സമാഹരിക്കുകയാണ്. ജമ്മു കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു BJPയുടെ പ്രചരണം. 90-ൽ 43 സീറ്റുകൾ ജമ്മു മേഖലയിലും 47 സീറ്റുകൾ കശ്മീർ മേഖലയിലുമാണ്. ഈ 43 ജമ്മു മേഖലയിലെ സീറ്റുകളിൽ ഒരു 35 സീറ്റെങ്കിലും നേടിയാൽ മാത്രമേ സ്വതന്ത്രരെയും മറ്റ് ചെറുപാർട്ടികളെയും ഒക്കെ കൂട്ടിക്കൊണ്ട് BJPക്കും സർക്കാർ രൂപീകരിക്കാൻ കഴിയൂ. കാരണം അവിടെ ആദ്യമായി ഒരു മുഖ്യമന്ത്രിയെ സ്വന്തം നിലയ്ക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യം BJPക്കുണ്ട്. ഏതായാലും ചില നീക്കങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനോടൊപ്പം തന്നെ നടത്തിക്കഴിഞ്ഞു. നാഷണൽ കോൺഫറൻസുമായി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം, അല്ലെങ്കിൽ ചില പാർട്ടികളെങ്കിലും പ്രചാരണം നടത്തിയിരുന്ന നാഷണൽ കോൺഫറൻസും BJPയുമായി സഖ്യമുണ്ടാകുമെന്നാണ്. പക്ഷേ അതിനുള്ള സാധ്യത കുറവാണ്. നാഷണൽ കോൺഫറൻസ് അത് തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതിനോടകം തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ചില ചർച്ചകളൊക്കെ തന്നെ പാർട്ടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നാളെ രാവിലെ 8 മണിക്കാണ് നിർണായകമായ വോട്ടെണ്ണൽ നടക്കുന്നത്. ഹരിയാനയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഹരിയാനയിലും സമാനമായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ. പക്ഷേ അവിടെ കോൺഗ്രസിന് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാകും എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ തന്നെ പറയുന്നത്. അതിന്റെ ആത്മവിശ്വാസം ഏതായാലും കോൺഗ്രസ് ക്യാമ്പിനുണ്ട്. കാരണം 10 വർഷം അവിടെ പ്രതിപക്ഷത്തിരിക്കുകയാണ്. നേരത്തെ തുടർച്ചയായി ഭരിച്ചിരുന്ന സംസ്ഥാനമാണ് ഹരിയാന. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിൽ മാറ്റം വരാൻ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഭൂപേന്ദർ സിംഗ് ഹൂഡ ഇന്നലെ തന്നെ ഡൽഹിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഹരിയാനയിൽ നിന്ന് ദേശീയ നേതൃത്വവുമായി അദ്ദേഹം ചർച്ച നടത്തുകയാണ്. കാരണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന നേതാവാണ് നേരത്തെ 3 തവണ മുഖ്യമന്ത്രിയായ ഹൂഡ. പക്ഷേ മറ്റ് നേതാക്കളും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കുമാരി സെൽജ അടക്കമുള്ള നേതാക്കൾ അത്തരത്തിൽ പ്രതികരണം നടത്തിക്കഴിഞ്ഞു. ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്നുള്ളത് മാത്രമല്ല, ഹൂഡയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ സെൽജയ്ക്കുണ്ട്. അപ്പോൾ കൂടുതൽ നേതാക്കൾ അവകാശവാദം ഉന്നയിക്കാൻ സാധ്യതയുള്ളപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ളവരുടെ നിലപാടും
നിർണായകമാകും. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം BJPയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് നാളത്തെ തെരഞ്ഞെടുപ്പ് പോലും, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, മഹാരാഷ്ട്ര അടക്കമുള്ള തെരഞ്ഞെടുപ്പ് ഫലത്തെയും സ്വാഭാവികമായും സ്വാധീനിക്കും. ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചും നിർണായകമാകുന്നത് ആ സഖ്യത്തിന്റെ ആത്മവിശ്വാസം നൽകുന്നതായിരിക്കും ഒരുപക്ഷെ അവർക്ക് വിജയിക്കാൻ സാധിക്കുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ ഏറെ നിർണായകമാണ് നാളത്തെ തെരഞ്ഞെടുപ്പ് ഫലം. ഇനി